2017 ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയിൽ ഡയറി സയൻസിൽ നിന്ന് വന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഏവർക്കും സായി ഗുരുവിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ആഡിങ് വൈറ്റമിൻ ടു മിൽക്ക് ഈസ് നോൺ ആസ്. വൈറ്റമിൻസ് ടു മിൽക്ക്, ആ പ്രോസസ്സിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: ഫ്ലേവറിംഗ്, ഫോർട്ടിഫിക്കേഷൻ, ഫെർമെന്റേഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ നമുക്ക് ആദ്യം ഈ 4 ടേമും എന്താന്ന് ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ആൻസർ പറയാം. ദ ഫസ്റ്റ് വൺ ഈസ് ഫ്ലേവറിംഗ്. ഫ്ലേവറിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫുഡിലോട്ട് ഫ്ലേവേഴ്സിനെ, എസെൻസിനെ, എക്സ്ട്രാക്ടിനൊക്കെ ആഡ് ചെയ്യുക ടു എൻഹാൻസ് ദ ടേസ്റ്റ് ആൻഡ് അരോമ. ഫുഡിന്റെ ടേസ്റ്റും അരോമ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫ്ലേവറിംഗ്. ഓക്കെ. ദെൻ ഫോർട്ടിഫിക്കേഷൻ എന്താണ്? ഫോർട്ടിഫിക്കേഷൻ എന്നാൽ ഫുഡിലോട്ട് ആഡിങ് ദ മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ വൈറ്റമിൻസ്, ന്യൂട്രിയൻസ് ഒക്കെ. ഓക്കെ. ഇങ്ങനെ ചെയ്യുന്നത് എസ്പെഷ്യലി വൈറ്റമിൻ ബി ആണ് ഇങ്ങനെ ഫുഡിലോട്ട് ആഡ് ചെയ്ത് ഫോർട്ടിഫൈ ആക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ഫോർ എന്താണ്? ഫോർ ടു ഇംപ്രൂവ് ദ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഓഫ് ദി ഫുഡ് സപ്ലൈ ആൻഡ് പ്രൊവൈഡ് പബ്ലിക് ഹെൽത്ത് ബെനിഫിറ്റ് വിത്ത് മിനിമൽ റിസ്ക് ടു ദി ഹെൽത്ത്. ഓക്കെ, ഇതാണ് ഫോർട്ടിഫിക്കേഷൻ. അപ്പൊ എന്താണ് ഫെർമെന്റേഷൻ? ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ പ്രോസസ് ആണ്. അനൈറോബിക്കലി എന്ത് ചെയ്യുന്നു? മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണിത്. ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ലൈക്ക് ലാക്ടോബാസിലസ്, ലാക്ടോകോക്കസ് ആൻഡ് ല്യൂക്കോനോസ്റ്റോക്ക്. ഇങ്ങനെ ഫെർമെന്റേഷൻ വഴി ഉണ്ടാകുന്ന മിൽക്ക് പ്രോഡക്റ്റുകളാണ് ഏതൊക്കെ? യോഗേർട്ട്, കേർഡ്, ലസ്സി ഒക്കെ. യോഗേർട്ട്, കേർഡ്, ലസ്സി. അപ്പൊ കേർഡും ലസ്സി, യോഗേർട്ട് ഒക്കെ ഉണ്ടാകുന്ന കേർഡ് നമുക്കറിയാം ലാക്ടിക് ആസിഡ് ബാക്ടീരിയ വഴിയാണ് ഒരു ബ്രേക്ക് ഡൗൺ നടന്നിട്ട് അനൈറോബിക്കലിയാണ് ഈ ഒരു കേർഡ് ഉണ്ടാവുന്നത്. ഈ ഒരു ഫെർമെന്റേഷൻ എക്സാമ്പിൾ ആണ് എന്ത്? കേർഡ്, യോഗേർട്ട് ആൻഡ് ലസ്സി. അപ്പൊ എന്താണ് സ്റ്റെറിലൈസേഷൻ? നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാന്നൊക്കെ പറയും. സ്റ്റെറിലൈസ് ചെയ്യുന്ന അതിലുള്ള ജേംസിനെ കില്ല് ചെയ്യുക, റിമൂവ് ചെയ്യുക, അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യുക. ലൈക്ക് മൈക്രോ ഓർഗാനിസം ലൈക്ക് ഫംഗസ്, വൈറസ്, സ്പോസുകൾ, ബാക്ടീരിയ, യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് ഓർഗാനിസം സച്ച് ആസ് പ്ലാസ്മോഡിയം. ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസം പാത്തോജൻസിനെ ഒക്കെ കില്ല് ചെയ്യുന്ന, ഡീആക്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? സ്റ്റെറിലൈസേഷൻ. അപ്പൊ ഫ്ലേവറിംഗ് ആണ്, ഫ്ലേവേഴ്സ് ആണ്. ഫോർട്ടിഫിക്കേഷൻ, അഡീഷൻ ഓഫ് ന്യൂട്രിയൻസ് ആണ്. ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ചെയ്യാണ് യൂസിങ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ബൈ എനൈറോബിക്കലി. സ്റ്റെറിലൈസേഷൻ പറഞ്ഞാൽ ഡീആക്ടിവേറ്റ് ചെയ്യുക, കിൽ ദ ജേംസ്. ഓക്കെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമുക്ക് ടേമുകൾ എന്താന്ന് കിട്ടി. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രോസസ് ഓഫ് ആഡിങ് വൈറ്റമിൻസ് ആഡ് ചെയ്യുക ടു ദ മിൽക്ക് ഈസ് നോൺ ആസ് ഫോർട്ടിഫിക്കേഷൻ, അല്ലെ? ഫോർട്ടിഫിക്കേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ മിനിമം ഫാറ്റിന്റെ പെർസെന്റേജ് റിക്വയർഡ് ഇൻ ഐസ്ക്രീം. ഐസ്ക്രീമിൽ റിക്വയർ ആയിട്ടുള്ള മിനിമം ഫാറ്റ് പെർസെന്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: 10%, 9%, 8% ആൻഡ് 15%. ആൻസർ ഈസ് 10%. ഒരു മിനിമം ഫാറ്റ് പെർസെന്റേജ് ഇൻ ഐസ്ക്രീം ഈസ് 10%. 10%. ഓക്കെ, മറക്കരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A method for destroyed all pathogenic organism in milk for safely consumption of human. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? മെത്തേഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡെസ്ട്രോയ് ഓൾ പാത്തോജനിക് ഓർഗാനിസം ഇൻ മിൽക്ക്. മിൽക്കിലെ എല്ലാ പാത്തോജനിക് ഓർഗാനിസത്തെയും നമ്മൾ ഡെസ്ട്രോയ് ചെയ്യുന്നു ഫോർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചത്. ഓപ്ഷൻസ്: സ്റ്റാൻഡർഡൈസേഷൻ, ഹോമോജനൈസേഷൻ, കൊയാഗുലേഷൻ ആൻഡ് പാസ്ചറൈസേഷൻ. ഓക്കെ. അപ്പൊ ഈ 4 ടേമുകൾ എന്താണ് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് ആൻസർ പറയാം. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാൻഡർഡൈസേഷൻ. ഈ സ്റ്റാൻഡർഡൈസേഷൻ എന്തിനാണ് ചെയ്യുന്നത്? മിൽക്കിലുള്ള ഫാറ്റിന്റെ എമൗണ്ടിനെ ഒന്നെങ്കിൽ കുറയ്ക്കുക അല്ലെങ്കിൽ കൂട്ടുക. റൈസിങ് അഡ്ജസ്റ്റ്മെന്റിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യുക. എന്ത്? ഒന്നെങ്കിൽ റൈസ് ചെയ്യുക അല്ലെങ്കിൽ ഓവർ ചെയ്ത ഫാറ്റ് കണ്ടന്റ് ഇൻ മിൽക്ക്. മിൽക്കിലെ ഫാറ്റ് കണ്ടന്റിനെ ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാൻഡർഡൈസേഷൻ. ഇങ്ങനെ സ്റ്റാൻഡർഡൈസേഷൻ വഴിയാണ് ഡബിൾ ടോൺഡ് മിൽക്ക്, സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു ടോൺഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ 3% ഫാറ്റ് കണ്ടന്റ് ഉണ്ടാവും ടോൺഡ് മിൽക്ക്. പിന്നെ അതിൽ നിന്ന് ഉള്ള ഫാറ്റ് പിന്നെയും എടുത്ത് കളയുന്നതാണ് ഡബിൾ ടോൺഡ്. അപ്പൊ 3% ഫാറ്റ് കണ്ടന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഡബിൾ ടോണിൽ എന്തായിരിക്കും? അതിൽ പിന്നെയും ഫാറ്റ് കണ്ടന്റ് കുറയില്ല. കാരണം ടോണിൽ നിന്ന് ഫാറ്റ് കണ്ടന്റ് റിമൂവ് ചെയ്യുന്നതാണ് ഡബിൾ ടോൺഡ്. അപ്പൊ 3% ഫാറ്റ് ആണ് ടോണ്ടിലെങ്കിൽ 1% ആയിരിക്കും ഡബിൾ ടോൺഡ് മിൽക്കിൽ. ഓക്കെ, ഇതാണ് സ്റ്റാൻഡർഡൈസേഷൻ. വാട്ട് ഈസ് ഹോമോജനൈസേഷൻ? Homogenization is a process ആണ് and mix and disperse milk fat globule in order to prevent the milk from separation. മിൽക്ക് സെപ്പറേറ്റ് ചെയ്യുന്നത് തടയുക, എന്നിട്ട് ആ ഒരു മിൽക്കിന് ഒരു ഹോമോജനൈസ്ഡ് സ്ട്രക്ചർ, സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നൽകുന്നതാണ് ഹോമോജനൈസേഷൻ. അങ്ങനെ ഹോമോജനൈസ്ഡ് മിൽക്ക് ഒക്കെ കേട്ടിട്ടില്ലേ? ഹോമോജനൈസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞത് പ്രോസസ് ഓഫ് മിക്സ് ചെയ്യുന്നു,
പിന്നെ അതിലുള്ള മിൽക്ക് പാർട്ടിക്കിൾസുകൾ സെപ്പറേറ്റ് ചെയ്യുന്നതിൽ തടഞ്ഞിട്ട് ഇതിനൊക്കെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഹോമോജനൈസ് മിക്സ്ചർ നൽകുന്നതാണ് ഹോമോജനൈസേഷൻ. ഇനി അടുത്ത ടേം ആണ് എന്ത്? കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ നമ്മൾ കട്ട പിടിക്കാന്നൊക്കെ പറയും അല്ലെ. ഈ കൊയാഗുലേഷൻ മിൽക്കിന് വരുന്നത് എങ്ങനെയാണ്? ഡീസ്റ്റെബിലൈസേഷൻ ഓഫ് കസീൻ മിസെല്ല്. അതിലുള്ള കസീൻ മിസെല്ലുകൾ ഉണ്ട്. ഓക്കെ, കസീൻ പ്രോട്ടീൻ ആണ്. അതിന് ഡീസ്റ്റെബിലൈസേഷൻ നടക്കുന്നു. അങ്ങനെ അത് ഫ്ലക്വേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ചെയ്യുന്നു ടു ഫോം എ ജെൽ. ഓക്കെ, ഇതിനെയാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കൊയാഗുലേഷൻ നടക്കുന്നത് ബൈ ദി അസിഡിഫിക്കേഷൻ. ആസിഡ് ആഡ് ചെയ്യുമ്പോഴാണ് ഈ കൊയാഗുലേഷൻ നടക്കുന്നത്. ഇങ്ങനെ ഒരു കൊയാഗുലേറ്റഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ നമുക്ക് ഈ പനീർ കാര്യങ്ങളൊക്കെ കൊയാഗുലേറ്റഡ് ഫോമിലാണ്. അങ്ങനെ അസിഡിഫിക്കേഷൻ വഴിയാണ് ഈ കൊയാഗുലേഷൻ നടക്കുന്നത്. ഓക്കെ, അടുത്തൊരു ടേം എന്തായിരുന്നു? പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് പ്രിസർവേഷൻ ഉള്ള ടെക്നിക്കാണ്. ഫുഡിന്റെ മിൽക്കിനെ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ഹീറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഷോർട്ട് പീരീഡിൽ ഇതിനെ ഹീറ്റ് ചെയ്ത് പിന്നെ പെട്ടെന്ന് അതിനെ കൂൾ ആക്കുന്ന ഒരു പ്രോസസ്സാണ് പാസ്ചറൈസേഷൻ. സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് പാസ്ചറൈസേഷൻ. ഫോർ സേഫ്റ്റിക്കാണ് പാസ്ചറൈസേഷൻ. The process of food preservation ആണ് with packaged അല്ലെങ്കിൽ നോൺ പാക്കേജ്ഡ് ഫുഡ് ട്രീറ്റഡ് വിത്ത് മൈൽഡ് ഹീറ്റ് ഇൻ എ ഷോർട്ട് പീരീഡ്. ഷോർട്ട് പീരീഡിൽ ഹീറ്റ് കൊടുത്തിട്ട് പിന്നെ അതിനെ പെട്ടെന്ന് കൂൾ ആക്കുന്ന ഒരു പ്രോസസ്സാണ് പാസ്ചറൈസേഷൻ. കുറെ കാലം ഷെൽഫ് ലൈഫ് ഭയങ്കരമായിട്ട് കൂടുതൽ ഇതിന് കിട്ടും. എക്സ്റ്റെൻഡ് ഷെൽഫ് ലൈഫ് ഇങ്ങനെ പാസ്ചറൈസേഷൻ നടത്തിയാൽ. ഓക്കെ, അപ്പൊ ഇതാണ് 4 ടേമുകൾ. സ്റ്റാൻഡർഡൈസേഷൻ പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഫാറ്റിന്റെ കണ്ടന്റ് കൂട്ടുക കുറയ്ക്കുക ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഹോമോജനൈസേഷൻ പറഞ്ഞാൽ അതിനെ മിക്സ് ചെയ്തിട്ട് അതിന്റെ സെപ്പറേഷനെ പ്രിവെന്റ് ചെയ്ത് ഒരു ഹോമോജനൈസ് ടെക്സ്ചർ മിൽക്കിന് കൊടുക്കുന്നതാണ് ഹോമോജനൈസേഷൻ. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡീസ്റ്റെബിലൈസേഷൻ ഓഫ് കസീൻ മിസെല്ല്. എന്നിട്ട് ഇതൊക്കെ ഫ്ലക്വേറ്റ് ചെയ്ത് അഗ്രിഗേറ്റ് ചെയ്തൊരു ജെല്ലായിട്ട് ഫോം ചെയ്യുന്നതാണ് കൊയാഗുലേഷൻ. ദെൻ പാസ്ചറൈസേഷൻ എന്ന ഫുഡ് പ്രിസർവേഷൻ ആണ്. അങ്ങനെ ഫുഡ് പ്രിസർവേഷന്റെ ഷോർട്ട് ടൈം ആണ്. അങ്ങനെ ഷെൽഫ് ലൈഫുകൾ കൂടും. ഇത് ചെയ്യുന്ന ഫോർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, ഫോർ ദ ഹ്യൂമൻ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ എ മെത്തേഡ് ദാറ്റ് for destroy all pathogenic organism in milk for safety consumption of human. Standardization അല്ല, adjustment ആണ്, homogenization അല്ല, coagulation അല്ല, it is pasteurization. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ KCMMF was formed on options 1980, 1985, 1975 and 1970. എന്താണ് ആൻസർ? ആൻസർ ഈസ് 1980. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഫോംഡ് ഓൺ 1980. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് ഹീറ്റ് ആസിഡ് കൊയാഗുലേറ്റഡ് പ്രൊഡക്റ്റ് ആണ്. ഹീറ്റ് ആസിഡ് കൊയാഗുലേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞത് ആ ഒരു മിസെല്ല് ഫോം ചെയ്യുന്നു, കസീൻ മിസെല്ലിന്റെ ഡീസ്റ്റെബിലൈസേഷൻ. അങ്ങനെ അത് ഫ്ലക്വേറ്റ് ചെയ്ത് അഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള ജെൽ ഫോം ചെയ്യുന്നതിനെയാണ് കൊയാഗുലേഷൻ. കൊയാഗുലേഷന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പനീറൊക്കെ, അങ്ങനെ പനീർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലോട്ട് ആസിഡ് ലെമണോ സിട്രിക് ആസിഡ് ലെമൺ ആഡ് ചെയ്യുമ്പോഴാണല്ലോ അത് പനീറായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, മിൽക്ക് പ്രൊഡക്റ്റുകൾ. അപ്പൊ അങ്ങനെ കൊയാഗുലേറ്റഡ് പ്രൊഡക്റ്റ് ഡാഷ് ഇസ് എ ഹീറ്റ് ആസിഡ് കൊയാഗുലേറ്റഡ് പ്രൊഡക്റ്റ് ആണ്. ഓപ്ഷൻസ് എ ലസ്സി, ബി പേട, സി പനീർ ആൻഡ് ഡി കോ. എന്താണ് ആൻസർ? ഇതിനെ നമുക്ക് കിട്ടി കൊയാഗുലേഷൻ ബൈ ഹീറ്റ് ആസിഡ്. ഇതാണ് ഹോട്ട് ആസിഡ്. ഹീറ്റ് ആസിഡ് കൊയാഗുലേറ്റഡ് ഡയറി പ്രൊഡക്റ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ അസിഡിഫിക്കേഷൻ ഓഫ് ഹോട്ട് മിൽക്ക്. ഹോട്ട് മിൽക്കിന്റെ അസിഡിഫിക്കേഷൻ വഴിയാണ് ഉണ്ടാവുന്നതാണ് ഹീറ്റ് ആസിഡ് കൊയാഗുലേറ്റഡ് ഡയറി പ്രൊഡക്റ്റ്. അങ്ങനെയുള്ള ഡയറി പ്രൊഡക്റ്റിൽ ഏതാണ്? ലസ്സി ആണോ? അല്ല. പേടയാണോ? അല്ല. പനീർ അല്ലേ? പനീർ അങ്ങനെയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്? ഹോട്ട് മിൽക്കിലോട്ട് സിട്രിക് ആസിഡ്, നാരങ്ങ നീര് ഒഴിക്കുമ്പോഴല്ലേ അത് അങ്ങനെ കൊയാഗുലേറ്റ് ചെയ്തിട്ട് പനീർ നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഡാഷ് ഇസ് എ ഹീറ്റ് ആസിഡ് കൊയാഗുലേറ്റഡ് പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് പനീർ. കൊയാഗുലേഷൻ എക്സാമ്പിൾ ആണ് പനീർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിൻ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക്. മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ബ്യൂട്ടിറോമീറ്റർ, തെർമോമീറ്റർ, ബാരോമീറ്റർ ആൻഡ് ലാക്ടോമീറ്റർ. എന്താണ് ആൻസർ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കണ്ട് പരിചയമുണ്ടോ? നമുക്ക് ആദ്യം ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ബ്യൂട്രിയോമീറ്റർ, ഫസ്റ്റ് വൺ ഈസ് ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്ററിനെയാണ് അല്ലെങ്കിൽ ലാക്ടോമീറ്റർ എന്നും പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്ന ഫോർ എന്തിനാണ്? ഡിറ്റർമൈൻ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക്. മിൽക്കിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഹൈഡ്രോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാക്ടോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലാക്ടോമീറ്റർ ആണ് എന്തിന് യൂസ് ചെയ്യുന്നത്? ടു മെഷർ ദ ക്രീമിനെസ് ഓഫ് മിൽക്ക്. മിൽക്കിന്റെ ക്രീമിനെസ് മെഷർ ചെയ്യാനാണ് ഈ ലാക്ടോമീറ്റർ യൂസ് ചെയ്യുന്നത്. അതിന്റെ പേരാണ് ഹൈഡ്രോമീറ്റർ. ഇനി അടുത്തൊരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ബ്യൂട്ടിറോമീറ്റർ. ബ്യൂട്ടിറോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു മെഷർ ദ
ഫാറ്റ് കണ്ടന്റ് ഇൻ മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്റ്റ്. ഓക്കെ, ഇനി അങ്ങനെ ചോദിച്ചാൽ ആൻസർ ബ്യൂട്രോമീറ്റർ ആണ്. ഓക്കെ, മെഷർ ദ ഫാറ്റ് കണ്ടന്റ് മെഷർ ചെയ്യാനാണ് ബ്യൂട്രോമീറ്റർ എങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാനാണ് ഹൈഡ്രോമീറ്റർ അല്ലെങ്കിൽ ലാക്ടോമീറ്റർ. തെർമോമീറ്റർ നമുക്കറിയാം ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതാണ് ബാരോ എന്ന് പറയുന്നത് ബാരോമീറ്റർ, പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ബാരോമീറ്റർ. ഇനി നമുക്ക് അതിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നുള്ള ടേം പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് മിൽക്ക് ദാറ്റ് ഈസ് ഹെവിയർ ദാൻ വാട്ടറിനെക്കാളും ഹെവി ആണ്. മിൽക്കിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 1.018 to 1.036. ഇതാണ് കവിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ബഫലോയുടെ എന്താണ്? 1.018 സെയിം 1.038 ആണ് ടു 1.038 ആണ്. ഇത് 1.036 ആണ്. വലിയ മാറ്റമില്ല കേട്ടോ, ഒരു 0.02ന്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഇത് നോക്കണം. മേ ബി ചിലപ്പോ ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി മിൽക്കിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 1.018 to 1.036. കവിന്റെ ആണെങ്കിൽ 1.038. അത്രേ വ്യത്യാസമുള്ളൂ. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടി. ഹൈഡ്രോമീറ്റർ അല്ലെങ്കിൽ ലാക്ടോമീറ്റർ. ബ്യൂട്ടിറോമീറ്റർ എന്താണ്? മെഷർ ദ ഫാറ്റ് കണ്ടന്റ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ബ്യൂട്ടിറോമീറ്റർ. തെർമോമീറ്റർ അറിയാം നമുക്ക്, ബാരോമീറ്റർ നമുക്കറിയാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡാഷ് ഈസ് യൂസ് ടു ഡിറ്റർമിൻ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക്. മിൽക്കിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത് ബ്യൂട്ടിറോമീറ്റർ അല്ല, അത് ഫാറ്റ് കണ്ടന്റ് ആണ്. തെർമോമീറ്റർ ടെമ്പറേച്ചർ ആണ്. ബാരോമീറ്റർ പ്രഷർ ആണെങ്കിൽ ലാക്ടോമീറ്റർ ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. കിട്ടിയില്ലേ നിങ്ങൾക്ക്? കിട്ടിയില്ലേ? അപ്പൊ ആൻസർ ഈസ് ലാക്ടോമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Headquarters of National Dairy Research Institute is at. The headquarter of National Dairy Research Institute, NDR-ന്റെ headquarter എവിടെയാണ്? ഓപ്ഷൻസ്: കർണൽ, ബാംഗ്ലൂർ, ഡൽഹി, ഹൈദരാബാദ്. ഏതാണ് ആൻസർ? കർണൽ ആണ് ഉത്തരം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. According to FSSAI, the rule butter should containing a minimum of dash percentage milk fat. Okay, question എന്താണ്? According to FSSAI, the rule butter should contain the minimum of dash percentage of milk. Options: 50%, 80%, 99% and 90%. അപ്പൊ FSSAI റൂൾ പ്രകാരം ബട്ടറിൽ അടങ്ങിയിരിക്കുന്ന മിൽക്ക് പെർസെന്റേജ് ഓഫ് മിൽക്ക് ഫാറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് FSSAIനെ കുറിച്ച് അറിയണം, ബട്ടറിന്റെ ആ പെർസെന്റേജ് ഒക്കെ അറിയണം അല്ലെ. ബട്ടർ എന്ന് പറഞ്ഞൊരു ഫാറ്റി പ്രൊഡക്റ്റ് ആണ്. പ്രിൻസിപ്പലി ഇൻ ദ ഫോം ഓഫ് എമൾഷൻ വഴി ഉണ്ടാവുന്നതാണ് ഈ ബട്ടർ. എക്സ്ക്ലൂസീവ്ലി ഫ്രം മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ്. ഓക്കെ, അക്കോർഡിംഗ് ടു FSSAI റൂൾ ദ മിനിമം മിൽക്ക് ഫാറ്റ് കണ്ടന്റ് ഇൻ ബട്ടർ എത്രയാണ്? 80% ആണ്. 80%. ഓക്കെ, FSSAI റൂൾ പ്രകാരം ബട്ടറിൽ ഉണ്ടാവുന്ന മിനിമം മിൽക്ക് ഫാറ്റ് എത്രയാണ്? 80% ആണ്. 80%. ഇനി എന്താണ് FSSAI നോക്കാം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് FSSAI. എന്നൊക്കെ നമ്മൾ പറയാം. FSSAI, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതിന്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ഡൽഹിയാണ്. ഇത് ആരുടെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിലാണ് ഈ ഒരു ബോഡി ഉള്ളത്. ഇറ്റ്സ് എ ഓട്ടോണമസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അണ്ടർ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ഓഫ് 2006. അപ്പൊ എത്രയൊക്കെ പോയിന്റ് നമുക്ക് കിട്ടി? FSSAIന്റെ ഫുള്ള് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ഡൽഹി. ഇറ്റ് കം അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഇത് വരുന്നത് ഏത് റൂൾ പ്രകാരമാണ്? ആക്ട് അണ്ടർ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ഓഫ് 2006. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ഓഫ് 2006. ഇറ്റ് ഇസ് എൻ ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ത്? FSSAI. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു FSSAI എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയാണ്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് കീഴിലാണ് ഇത് വരുന്നത്. ഓക്കെ, ദെൻ അതിന്റെ ആക്ട് കിട്ടി 2006. ഇറ്റ്സ് എ ഓട്ടോണമസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. Then നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അക്കോർഡിംഗ് ടു FSSAI റൂൾ ദ ബട്ടർ ഷുഡ് കണ്ടെയ്ൻ ദ മിനിമം പെർസെന്റേജ് ഓഫ് എത്ര പെർസെന്റേജ് മിൽക്ക് ഫാറ്റ് ആണ്? 80% മിൽക്ക് ഫാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിൽക്ക് ലെറ്റ് ഡൗൺ ഹോർമോൺ ഈസ്. ഓപ്ഷൻ: ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഓക്സിറ്റോസിൻ ആൻഡ് പ്രൊലാക്റ്റിൻ. മിൽക്ക് ലെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? മിൽക്കിനെ റിലീസ് ചെയ്യുന്ന ഇജക്ട് ചെയ്യുന്ന ഹോർമോൺ എന്നാണ് ചോദിക്കുന്നത്. ലെറ്റ് ഡൗൺ.
ഓക്കെ, ഓപ്ഷൻസ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഓക്സിറ്റോസിൻ, പ്രൊലാക്റ്റിൻ. അപ്പൊ ഈ ഹോർമോണുകളെ ഒന്ന് ജസ്റ്റ് നോക്കാം, എന്നിട്ട് നമുക്ക് ആൻസർ പറയാം. ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിനെയാണ് എന്ത് പറയുന്നത്? മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ എന്ന് പറയുക, അല്ലെങ്കിൽ മിൽക്ക് ലെറ്റ് ഡൗൺ റിഫ്ലക്സ് ഓർ മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സ്. ഓക്കെ, ഈ ഒരു ഓക്സിറ്റോസിന്റെ റിഫ്ലക്സിനെയാണ് മിൽക്ക് ലെറ്റ് ഡൗൺ റിഫ്ലക്സ് ഓർ മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സ്. ഇറ്റ്സ് എ മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ ആണ് എന്ത്? ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ ആണ് മിൽക്കിനെയും ബർത്തിനെയും മിൽക്ക് പ്രൊഡക്ഷനെ ബർത്തിന് ഹെൽപ്പ് ചെയ്യുന്നതും എന്താണ്? ലേബർ ഡെലിവറിക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഓക്സിറ്റോസിൻ ആണ്. മിൽക്ക് പ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യുന്നത് ഓക്സിറ്റോസിൻ ആണ്. ഇജക്ഷൻ, മിൽക്ക് ഇജക്ട് ചെയ്യാനും കാരണം ഓക്സിറ്റോസിൻ ആണ്. ദെൻ പ്രൊലാക്റ്റിൻ. അപ്പൊ പ്രൊലാക്റ്റിൻ എന്താ നമ്മൾ നോക്കും. പ്രൊലാക്റ്റിൻ ഹെൽപ്പ് ചെയ്യുന്നത് സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ആണ്. മിൽക്കിന്റെ പ്രൊഡക്ഷൻ ആണ്. ലാക്ടിൻ എന്നുള്ള വേർഡ് എന്നുണ്ടല്ലോ, മിൽക്ക്. പ്രൊലാക്റ്റിൻ, പ്രോ എന്ന് പറഞ്ഞാൽ ഫോർ ആൻഡ് ലാക്ടിൻ ഫോർ മിൽക്ക്. ഫോർ മിൽക്കിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പ്രൊലാക്റ്റിൻ. മിൽക്കിന്റെ പ്രൊഡക്ഷൻ. ഓക്കെ ഉണ്ടോ? പ്രോ എന്ന് പറഞ്ഞാൽ ഫോർ, ലാക്ടിൻ പറഞ്ഞാൽ മിൽക്ക്. മിൽക്കിന് വേണ്ടിയിട്ട് ഉള്ള മിൽക്കിന്റെ സിന്തസിസ് ആണ് എന്തിലൂടെ നടക്കുന്നത്? സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ആണ് പ്രൊലാക്റ്റിൻ. പക്ഷെ ഓക്സിറ്റോസിൻ ആണ് ഇജക്ട് ചെയ്യുന്നത്. ഇജക്ടിങ് ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ. പിന്നെ രണ്ട് ഹോർമോണുകൾ ഏതായിരുന്നു ബാക്കി? ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഇത് രണ്ടും നമ്മൾ പീരീഡ്സിലും പ്രഗ്നൻസിയുടെ സമയത്താണ് പ്രൊജസ്ട്രോൺ എമൗണ്ട് കൂടുതൽ. ഈസ്ട്രജൻ മെൻസ്ട്രൽ ടൈമിലൊക്കെ ഉണ്ടാവുന്ന ഹോർമോൺ ആണ് ഈസ്ട്രജൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ മിൽക്ക് ലെറ്റ് ഡൗൺ ഹോർമോൺ ഈസ് ഏതാണ്? ഈസ്ട്രജൻ അല്ല, പ്രൊജസ്ട്രോണും അല്ല, ഇറ്റ്സ് ഓക്സിറ്റോസിൻ. പ്രൊലാക്റ്റിൻ എന്താണ്? മിൽക്കിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. മിൽക്കിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Name a compound that can be used both detergent and sanitizer in dairy plant. Dairy plant ഡിറ്റർജന്റും സാനിറ്റൈസറായിട്ടും യൂസ് ചെയ്യുന്നത് ആരാന്നാ ചോദിച്ചത്. ഓപ്ഷൻസ് ക്ലോറിൻ, സോഡിയം ക്ലോറൈഡ്, NaCl, കാർബണേറ്റ് ആൻഡ് അയോഡോഫോർ. അപ്പൊ എന്താണ് ആൻസർ? എന്താണ്? ക്ലോറിൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ്സ് കോമൺലി യൂസ്ഡ് സാനിറ്റൈസേഴ്സ് ആണ്. ക്ലോറിന്, അയഡിന്, ദെൻ ക്വാട്ടേണറി അമോണിയം കോമ്പൗണ്ടുകളൊക്കെ. ക്ലോറിൻ, അയഡിൻ ആൻഡ് ക്വാട്ടോണിയം അമോണിയം കോമ്പൗണ്ട് ആ സാനിറ്റൈസർ. ഈ സോഡിയം പെർബോറേറ്റ് ആണ് എന്ത്? മിൽക്ക് ബ്ലീച്ചിങ് ഏജന്റ്. മിൽക്ക് ബ്ലീച്ചിങ് ഏജന്റ് ആണ് ആര്? സോഡിയം പെർബോറേറ്റ്. നമ്മൾ ചോദിച്ചിട്ടുള്ളത് കോമ്പൗണ്ട് ആക്ട് ആസ് ബോത്ത് ഡിറ്റർജന്റ് ആൻഡ് സാനിറ്റൈസർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് അയോഡോഫോർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കും. ദ ഒപ്റ്റിമം ഡ്രൈ പീരീഡ് നീഡഡ് ഫോർ ഡയറി ആനിമൽ ഈസ് ഓപ്ഷൻ 70 days, 80 days, 60 days ആൻഡ് 50 days. അപ്പൊ എന്താണ് ചോദ്യം? ഒപ്റ്റിമം ആയിട്ടുള്ള ഡ്രൈ പീരീഡ് ആണ്. എന്താണ് ഈ ഡ്രൈ പീരീഡ് ഉദ്ദേശിക്കുന്നത്? അതായത് ഏതെങ്കിലും ഒരു കവ്വോ അതിന് പ്രസവം കഴിഞ്ഞിട്ട് അതിന് ലാക്ടേഷൻ പീരീഡ് ഉണ്ടാവും. ഈ ലാക്ടേഷണൽ പീരീഡ് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ അടുത്തൊരു പ്രഗ്നൻസിയുടെ സമയത്തിലോട്ട് അതിന് കുറച്ച് നാള് എന്ത് ചെയ്യും? അതിന്റെ കറവ വറ്റിക്കുക നമ്മൾ പറയല്ലേ. ഈ കറവ വറ്റിക്കുന്നതിനെയാണ് ഡ്രൈ പീരീഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഡ്രൈ പീരീഡ് അത് എടുത്താൽ മാത്രമേ അതിന് അടുത്ത പ്രാവശ്യം നന്നായിട്ട് പാലുണ്ടാവുകയുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഒപ്റ്റിമം ഡ്രൈ പീരീഡ് നീഡഡ് ഫോർ എ ഡയറി ആനിമൽ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ mammary gland of dairy cow require a non-lactating dye period വേണം prior to an impending pasteurization to optimize the milk production in subsequent lactation. ഇനി അടുത്ത വരുന്ന ലാക്ടേഷണൽ പീരീഡ് നന്നായിട്ട് ലാക്ടേഷൻ കിട്ടണമെങ്കിൽ ഇതിന് എന്ത് ചെയ്യണം? കുറച്ചു കാലം കറവ് വറ്റണം. ഓക്കെ, ലാക്ടേഷൻ ഇല്ലാതിരിക്കണം. അങ്ങനെ ചെയ്യുന്ന ഒരു പീരീഡിനെയാണ് എന്ത് പറയുന്നത്? ഡ്രൈ പീരീഡ് എന്ന് പറയുന്നത്. ഡ്രൈ പീരീഡ്. അപ്പൊ എത്രയാണ് ഡ്രൈ പീരീഡിന്റെ അളവ്? ഒരു ഡേയ്സ് എത്രയാണ് അതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഒപ്റ്റിമം ഡ്രൈ പീരീഡ് ഇറ്റ് ഈസ് 60 days. 60 days എങ്കിലും എടുക്കണം. അത്രയും നാള് കറവ് വറ്റണം, എന്നാലേ അടുത്ത ലാക്ടേഷണൽ പീരീഡ് നന്നായിട്ട് മിൽക്ക് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻസ്. ഇത്രയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. അതിൽ ഓരോരോ ഓപ്ഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഹോപ്പ് ദ സെഷൻ ഈസ് ക്ലിയർ. താങ്ക് യു ഫോർ ഓൾ.